ഇവിടെ ഈ നൈട്രജൻ സിലിണ്ടർ ഉണ്ടല്ലോ, ഈ നൈട്രജൻ സിലിണ്ടറിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്കൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ടാവും. അത് ഉള്ളിൽ എന്തെങ്കിലും ഫയർ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ നൈട്രജൻ ഓപ്പണായിട്ട് ഹൈ പ്രഷറിൽ ഈ ടാങ്കിലേക്ക് ഹൈ പ്രഷറിൽ നൈട്രജൻ പോവും. ഈ ടാങ്കിൽ നിന്ന് ഇതൊരു ഔട്ടാണ് വാട്ടറിൻ്റെ, ആ വാട്ടറിൻ്റെ ഔട്ട് നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ അത് കാണിച്ചു തരാം ഉള്ളിൽ എങ്ങനെ അതിൻ്റെ സെറ്റിങ്സൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഫയറിൻ്റെ, അതിന് നമുക്ക് വരുന്നത് ഇതാണ് ഫയർ ഡിറ്റക്ടർ. 1, 2, 3 കൂടുതലായിട്ട് പുക വരിക, കൂടുതലായിട്ട് പൊടി വരിക ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല താഴത്തെ ആ ടാങ്കിൽ നിന്ന് ഹൈ പ്രഷറിൽ നമുക്ക് വാട്ടർ ഇതുവഴി സ്പ്രേ ചെയ്യും. അതുമാതിരി തന്നെ നമുക്ക് ഈ എഞ്ചിൻ റൂമിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഉള്ളിലത്തെ മാതിരി വെള്ളമല്ല, ഇതിലൊരു കെമിക്കൽ ഫോം അതിലേക്ക് വരുന്നത്. ഇത് ഫ്യൂവലൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം, പിന്നെ ഇലക്ട്രിക് ഇതൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നമുക്കിതിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ഫയർ ആവാൻ ചാൻസ് ഉണ്ട്. അതിലൊരു ഫോമാണ് ഇതിലേക്ക് എന്തെങ്കിലും ഓവർ ഹീറ്റ് അതുമാതിരി ഫയർ വന്നു കഴിഞ്ഞാൽ ഇതിനെ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ എഞ്ചിൻ റൂമിലേക്ക് പറഞ്ഞിരുന്നില്ലേ, എഞ്ചിൻ റൂമിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ കൂടെയാണ് ആ ഫോം സ്പ്രേ ചെയ്യുന്നത്.